അപ്പോൾ കുട്ടികൾ എന്ത് കിട്ടിയാലും അവരതെടുത്ത് വായിലിടും. പ്രധാനമായും മെറ്റാലിക് കോയിൻസ്, സേഫ്റ്റി പിൻസ്, സ്കാർഫിൻ്റെ പിന്നുകൾ, ബാറ്ററി, മാഗ്നറ്റ്സ്, ബട്ടൺ ബാറ്ററി എന്നിവയൊക്കെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഇങ്ങനെ വിഴുങ്ങുമ്പോൾ അത് പല സ്ഥലങ്ങളിലും തടസ്സമുണ്ടായേക്കാം. അപ്പോൾ ഒരു ലൈഫ് ത്രെറ്റനിങ് സീരിയസ് കണ്ടീഷൻ എന്നുള്ളത് ശ്വാസം പോകുന്ന വഴി അടയ്ക്കുമ്പോഴാണ് കാര്യങ്ങളൊരു എമർജൻസി അഥവാ ലൈഫ് ത്രെറ്റനിങ് ആവുന്നത്. അത് കുട്ടിക്ക് ചുമയുണ്ടാവാം, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, ശ്വാസം കിട്ടാതെ വരാം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു മെഡിക്കൽ എമർജൻസി ടീമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും ഇല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ സേഫാണ്. കാരണം തൊണ്ടയിലോ അന്നനാളത്തിലോ ആമാശയത്തിലോ എത്തിക്കഴിഞ്ഞാൽ ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ പ്രധാനമായും വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി റിലാക്സ്ഡ് ആൻഡ് ഗോ ടു എ നിയർ ബൈ ഹോസ്പിറ്റൽ. അപ്പോൾ ഇത് അടയാനുള്ള സ്ഥലങ്ങൾ പ്രധാനമായും തൊണ്ടയിൽ അടയാം, കാരണം അവിടെ ഒരു ചുരുക്കമുണ്ട്. അത് കഴിഞ്ഞ് അന്നനാളവും ആമാശയവും തമ്മിൽ ചേരുന്ന ജി ജംഗ്ഷൻ എന്ന് പറയും, അവിടെ അടയാം. ആമാശയം കിടന്ന് ചെറുകുടലിലേക്ക് പോകുന്ന പൈലോറിക് ഓപ്പണിങ്ങിലും ഇത് അടയാം. ഇതാണ് പ്രധാനമായും നമ്മൾ കൂടുതൽ കാണുന്ന സ്ഥലങ്ങൾ. പിന്നെ ഇവ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് താഴോട്ട് പോകും എന്നാണ് പറയാറ്. വളരെ റെയറായിട്ട് ചെറുകുടലും വൻകുടലും വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗത്തും വലിയ വലിയ കോയിൻസുകളും കാര്യങ്ങളും സ്റ്റക്ക് ആവുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായാൽ ഇപ്പോൾ ശ്വാസതടസ്സമോ ചുമയോ ശ്വാസം കിട്ടാതെ വരുന്ന കണ്ടീഷനൊന്നും ഇല്ലെങ്കിൽ ഇതിനെ ഒരു എമർജൻസിയായി കാണണമെന്നോ ഭയങ്കരമായി പേടിക്കണമെന്നോ ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എല്ലായ്പ്പോഴും പലരും ചെയ്യുന്നൊരു തെറ്റായ കാര്യം ആ ഇറക്കിയ സാധനത്തിന് എങ്ങനെയെങ്കിലും താഴോട്ട് ഇറക്കാൻ വേണ്ടി കൂടുതൽ ഭക്ഷണവും വെള്ളവും കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതിരിക്കുക, കാരണം അത് ചിലപ്പോൾ കുറച്ച് പ്രശ്നമായേക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ഹോസ്പിറ്റലിൽ സമാധാനമായി എത്തുക, ഭക്ഷണമോ വെള്ളമോ അതിനുശേഷം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മെറ്റാലിക് സാധനങ്ങളാണ്, പറഞ്ഞാൽ കോയിൻസ് ആണ്, ബട്ടൺ ബാറ്ററീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്റേയിലൂടെ അറിയാൻ പറ്റും അത് എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ. മെറ്റാലിക് സാധനം അല്ലെങ്കിൽ ഇപ്പോൾ ഗ്ലാസ് പീസസുകൾ, ഗോട്ടികൾ, അത് പലപ്പോഴും നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റില്ല. സാധാരണഗതിയിൽ ചെറിയ കോയിൻസും എല്ലാം സ്വമേധയാ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിപ്പോകാറാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എൻഡോസ്കോപ്പി കൂടി എടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്ട്സ്, ഇപ്പോൾ ഓപ്പൺഡ് ആയിട്ടുള്ള സേഫ്റ്റി പിൻസുകൾ, സ്കാർഫിൻ്റെ പിന്നുകളൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തറച്ചു നിൽക്കുക. അപ്പോൾ യൂഷ്വലി റൗണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ സ്വമേധ ഇറങ്ങിപ്പോകാറാണ് നമ്മൾ കാണുന്നത്. ഷാർപ്പ് ഒബ്ജക്ട്സ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇറങ്ങിപ്പോയിട്ടില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ സാധനങ്ങൾ എൻഡോസ്കോപ്പി കൂടി എടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എൻഡോസ്കോപ്പി യൂഷ്വലി കുട്ടികളിലാണെങ്കിൽ ഈ ഫോറിൻ ബോഡി എടുക്കാൻ വേണ്ടി ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുക. അപ്പോൾ ജനറൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും കുട്ടി ഭക്ഷണമോ വെള്ളമോ കുടിക്കാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞത്, എന്തെങ്കിലും വിഴുങ്ങി ഉടനെ കൂടുതൽ ഭക്ഷണം കൊടുത്ത് തന്നെ താഴേക്ക് ഇറക്കാനുള്ളൊരു ശ്രമം നടത്തരുത്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുക, എക്സ്റേ എടുക്കുക. എക്സ്റേയിൽ അത് താഴെയുണ്ട്, അത് ഇളകുന്നില്ല, അന്നനാളത്തിലോ ആമാശയത്തിലോ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നമുക്കത് എൻഡോസ്കോപ്പി കൂടെ എടുക്കാവുന്നതാണ്. മെജോറിറ്റി ഫോറിൻ ബോഡീസും എസ്പെഷ്യലി റൗണ്ടഡ് ആയിട്ടുള്ള ഫോറിൻ ബോഡീസ് സാധാരണഗതിയിൽ അത് താഴേക്ക് സ്വമേധ ഇറങ്ങി പോവുകയാണ് ചെയ്യാറ്. നമ്മൾ സീരിയലായിട്ട് എക്സ്റേ എടുത്ത് കൺഫേം ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത ദിവസം മോഷൻ പോകുമ്പോൾ അതിൽ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറയും. അപ്പോൾ ശ്വാസതടസ്സമോ ചുമയോ ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു എമർജൻസി ആയി പേടിക്കേണ്ടതോ അല്ലെങ്കിൽ പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല. രണ്ടാമത്തെ പോയിന്റ്, അങ്ങനെ എന്തെങ്കിലും ഫോറിൻ ബോഡി കഴിച്ച ഉടനെ ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതിരിക്കുക, അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തുക, എക്സ്റേ എടുത്ത് നോക്കുക എന്നുള്ളതാണ്.